ഹായ് ഫ്രണ്ട്സ്, എല്ലാവരെയും ടേസ്റ്റി കിച്ചൺ സ്റ്റോറീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നല്ലൊരു കടച്ചക്ക ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് എങ്ങനെയാണ് കടച്ചക്ക ഫ്രൈ ചെയ്തതെന്ന് നോക്കാം. ഇതിനായി ഞാൻ ഒരു കടച്ചക്കയുടെ പകുതിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് തൊലി കളഞ്ഞ് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. കടച്ചക്കയുടെ തൊലി കളഞ്ഞ് ഞാൻ ഇതുപോലെ ചെറിയതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. കഷ്ണങ്ങൾ മുറിക്കുമ്പോൾ എല്ലാം ഒരുപാട് സൈസ് വേണം. ചക്കപ്പം എല്ലാം ഒരേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മിനിറ്റ് ചൂടുള്ള ഉപ്പുവെള്ളത്തിലിട്ട് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. 1 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്താൽ മതി. ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ബോയിൽ ചെയ്ത കടച്ചക്ക ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ തിരുമ്മി വെക്കുകയാണ്. കൂടാതെ ഒരു നുള്ളു ഉപ്പും കൂടെ ഞാൻ ഇടുന്നുണ്ട്. ലേശം ഉപ്പ് ഇടാവുള്ളൂ, കാരണം നമ്മൾ ഉപ്പ് വെള്ളത്തിലാണ് ഇത് ബോയിൽ ചെയ്ത് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഇടാം. തിരുമ്മി വെക്കുകയാണ്. ഇനി നമുക്ക് കടച്ചക്ക ഫ്രൈക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി 2 സവോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 വെളുത്തുള്ളി, 2 വലിയ മുളക് എന്നിവയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ കടച്ചക്ക തിരുമ്മി വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മൾ മാറ്റി വെച്ചിരുന്ന കടച്ചക്ക ഇട്ട് കൊടുക്കുകയാണ്. കടച്ചക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കടച്ചക്ക ഇന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്ലെയിം ഓഫാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതേ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മസാലയ്ക്ക് വേണ്ടി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്ന് പതുക്കെ വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് പതുക്കെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുകയാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അല്പം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ട് പച്ചമണം പോകുന്നിടം വരെ നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാത്തിൻ്റെയും പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കടച്ചക്ക ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മുടെ ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി നമുക്ക് സെർവ് ചെയ്യാം. ഞാനിതിലൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈ ആണ്. ശരിക്കും ഇതൊരു ബീഫ് ഫ്രൈ പോലെയാണ്. ബീഫ് ഫ്രൈയുടെ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും കടച്ചക്ക ഫ്രൈയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.